എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഓട്സ് ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ഓട്സ് എടുക്കാം, ഒരു സവാള പൊടിയായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് കൊത്തി അരിഞ്ഞത്, കുറച്ച് നിലക്കടല, കുറച്ച് അണ്ടിപ്പരിപ്പ്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തു വയ്ക്കാം. ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുത്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. കുറഞ്ഞ തീയിൽ വെച്ച് വേണം ഓട്സ് റോസ്റ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഓട്സ് ഒരുവിധം റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും നിലക്കടലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സവാള ഒരുവിധം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കരുത്. അതിനുശേഷം നമ്മൾക്കിത് അടച്ചു വെച്ച് 10 മിനിറ്റ് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഓട്സ് കുഴഞ്ഞു പോകും. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്കിത് 5 മിനിറ്റ് അടച്ചു വെച്ച് ചെറു തീയിൽ കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഓട്സ് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണിത്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഉത്തമമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണേ. താങ്ക്